നിങ്ങളൊരു ഐഫോൺ യൂസറോ ആൻഡ്രോയിഡ് യൂസറോ ആയിക്കോട്ടെ, നിങ്ങളുടെ വാഹനത്തിലെ കാർ സ്റ്റീരിയോ അതിൽ ഉപയോഗിക്കുന്ന കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഇത് വയേർഡ് കണക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വയർലെസ് കാർപ്ലേ ആക്കാൻ സാധിക്കും. അതിനുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഈ ഒരു സ്മാർട്ട് ബോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പേര് തന്നെ സ്മാർട്ട് ബോക്സ് എന്നാണ്, സ്മാർട്ട് ബോക്സ് പ്ലസ്. ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വയർലെസ് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ അതേപോലെ തന്നെ സ്റ്റീരിയോയിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കുന്ന സ്ക്രീൻ മിററിംഗ് ഫീച്ചർ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള എന്ത് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അതിൽ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഡിവൈസിന്റെ സ്ക്രീൻ മിറർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സും യൂട്യൂബും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന TV കാസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്മാർട്ട് ബോക്സ് പ്ലസിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാം ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് കാർപ്ലേയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം TV കാസ്റ്റിൽ നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഹുലു ഇതെല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ബോക്സിനോടൊപ്പം ലഭിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്: സ്മാർട്ട് ബോക്സ്, USB Type-A to Type-C കേബിൾ, Type-C to Type-C കേബിൾ, അതോടൊപ്പം ഒരു മാനുവലും. ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ജസ്റ്റ് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റീരിയോയുടെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൈനിയറിന്റെ സ്റ്റീരിയോ ആണ്. അതിലേക്ക് ബോക്സ് പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മെനു. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കാർപ്ലേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സ്മാർട്ട് ബോക്സിന്റെ മെയിൻ ഇന്റർഫേസ് അല്ലെങ്കിൽ ഹോം ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡിസ്ക്, സ്ക്രീൻ മിററിംഗ്, TV കാസ്റ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസും കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ ഓപ്ഷനും കാണാം. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റിംഗ്സും തീമുകൾ, ലാംഗ്വേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഡിവൈസ് ഇവിടുന്ന് തന്നെ എന്ത് മീഡിയാസ് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ കാർപ്ലേ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ കാർപ്ലേയുടെ പോപ്പപ്പ് വന്നു. കണക്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഈസ് കണക്റ്റഡ് എന്ന് കാണിക്കും. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വയർലെസ് കാർപ്ലേയിലേക്ക് എൻ്റർ ആകുന്നതാണ്. സോ കംപ്ലീറ്റ്ലി വയർലെസ് ആണ്. ഇവിടെ നമുക്ക് പാട്ടുകൾ പ്ലേ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ വയർലെസ് കാർപ്ലേയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ വയർഡ് കാർപ്ലേ ഉപയോഗിക്കുമ്പം ഡിവൈസ് പ്ലഗ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഡിവൈസിൽ ചാർജ് ആവും. ഓവറായിട്ടുള്ള ചാർജ് നമ്മൾ എത്ര നേരം കാർപ്ലേ യൂസ് ചെയ്യുന്നോ അതനുസരിച്ച് ഡിവൈസ് ചാർജ് ആയിക്കൊണ്ടിരിക്കും. അത് ലോങ് ടേമിൽ നോക്കുമ്പോൾ ബാറ്ററിക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും. എന്നാൽ വയർലെസ് കാർപ്ലേ ആകുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും. വൺസ് ഡിവൈസ് കണക്ട് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്റ്റീരിയോയുടെ ക്വാളിറ്റി പോലെ ഇരിക്കും. നല്ല രീതിയിൽ വയർലെസ് കണക്ഷൻസിന് യാതൊരു ഡിസ്ട്രോഷൻസോ അല്ലെങ്കിൽ കട്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ആകുന്ന ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണ്. നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ചും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ, ഇപ്പോൾ കോൾ വന്നാലോ അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴുള്ള ലാഗോ അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലംസും നമുക്ക് ഈ ഒരു ബോക്സിന് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു സ്മാർട്ട് ബോക്സ് കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ്. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് മിലൻ. താങ്ക് യു. Catch you guys next one. Till then.